നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേഗം നോക്കി വാ കൊണ്ടുവാ. അവിടെ കെട്ടഴിക്കുക. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അങ്ങനെ എടി ഗംഗേ, നീ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നെന്നറിയോ? അവസാനം നീ എന്റെ കയ്യിൽ തന്നെ വന്നത് കണ്ടോ? ഞങ്ങൾ ഇവളെ കണ്ടുപിടിക്കാനേ ഒരുപാട് പാടുപെട്ടു. ഇവളൊരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അവസാനേ ഞാനാ കണ്ടുപിടിച്ചത്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക്. നിനക്ക് എന്റെ വകയെ ഒരു ഫുള്ള് ഞാൻ എടുത്തു തരും. താങ്ക് യു. എന്റെ ശ്രീ മഹേശ്വര, ശ്രേയച്ചയ്ക്ക് ആപത്തൊന്നും വരുത്തരുതേ. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കണേ. ഇത് ഗംഗയല്ല, ശ്രേയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എങ്ങനെ നോക്കിയാലും ശ്രേയ തന്നെടാ. നീക്ക് എവിടെ നോക്കിയാണ് ആളെ പൊക്കുന്നേ? ഇവനാണ് സാർ അവളെ കണ്ടുപിടിച്ച് ചാക്കിട്ട് മൂടിയത്. അത് ഞാൻ മഞ്ഞസാരി കണ്ടു പോയതാ. ബാക്കിൽ നിന്നാ കണ്ടത്. പൊളിച്ചിരിക്കുന്ന കണ്ടപ്പോ എടുത്തോണ്ടതാ. ബാക്ക് നോക്കിയാണ് ഒരാളെ തട്ടിക്കൊണ്ടുവരുന്നേ. പിന്നെ മഞ്ഞസാരി എന്റെ എല്ലാ പ്ലാനും പൊളിച്ചു. ഈ ശ്രേയ മഞ്ഞസാരി അടയാളം പറഞ്ഞിട്ട് ഇവള് മഞ്ഞസാരി കൊടുത്തോണ്ടെന്ന് എന്തിനാണ് മനസ്സിലാവാത്തെ? സാർ ഇവിടെ തട്ടിക്കൊണ്ടുവരണമെന്ന് ഇവള് ശരിക്കും ആഗ്രഹിച്ചിരിക്കും. അതെന്തിനാ? ഞാൻ കല്യാണം കഴിക്കാനെന്നല്ലോ എങ്ങനെ തട്ടിക്കൊണ്ടുവരുന്നേ? ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ എന്താന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ സാർ. ഇവളെന്തിനാ മഞ്ഞസാരി എടുത്ത് അവിടെ നിന്നേന്നറിയാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ഇവളോട് തന്നെ ചോദിക്കണം. ഇടാം. ഇനി ആരും ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ഇവളെ വെച്ച് കൈലാസം വീട്ടിൽ നിന്ന് കാശുണ്ടാക്കണം. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോവാം. ഞാൻ കൈലാസത്തിലെത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. ആ സമയത്ത് നിങ്ങൾ മഹിയെ വിളിച്ച് ശ്രേയെ തട്ടിക്കൊണ്ടു പോയെന്നും വിട്ടുതരാൻ 10 ലക്ഷം രൂപ തരണമെന്നും പറയണം. ഓ, പറയാം. ഞാനവരെ പിരികേറ്റി എത്രയും പെട്ടെന്ന് പണം തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. കാശ് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വിട്ടയച്ചാ മതി. ഓക്കെ സാർ. ഓക്കെ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഇതെങ്കിലും കുളമാക്കരുത്. ശരി സാർ. ശരി സാർ. അവന്റെ നമ്പർ ഞാൻ സെൻഡ് ചെയ്തേക്കാം. ആറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.